ഗൈസ് ഞങ്ങൾ ചതിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എട്ടിൻ്റെ പണി വെന്നുണ്ട് മോനെ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് നല്ലൊരു അസൽ എട്ടിൻ്റെ പണി കിട്ടിയതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇന്നലെ അപ്പൂപ്പയ്ക്കും അമ്മൂമ്മയ്ക്കും റൊട്ടീൻ ചെക്കപ്പിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും അവിഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മൾ ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. അത് ദോശയാണെന്ന് പറഞ്ഞറിയിക്കണം ഗൈസ്. ദോശയാണോ ഇഡലിയാണോ ദൊഡലിയാണോ എന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു. രാവിലെ തന്നെ നല്ല അസൽ മൂഞ്ചൽ കിട്ടിയ കാരണം ഉച്ചയ്ക്ക് വെറുതെ അവിടുന്ന് വാങ്ങിയിട്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും പാപ്പും തിരിച്ച് 2 വീലറിലായിരുന്നു വന്നത്. അമ്മൂമ്മയും അപ്പൂപ്പയും ക്യാബിലാണ് വന്നത്. അപ്പം നമ്മൾ വരുന്ന വഴി തന്നെ ഓൺ ദ വേയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ സൊമാറ്റോയിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കൊണ്ട് ഡെലിവറി ചെയ്തു കേട്ടോ. ഞാൻ ഹോട്ടലിലെ പേരൊന്നും പറയുന്നില്ല. അവിടെ നിന്ന് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ്, വെജ് ഷെസ്വാൻ നൂഡിൽസ് ആൻഡ് ഗോബി മഞ്ചൂരി ആയിരുന്നു ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ഫ്രൈഡ് റൈസിനും 2 നൂഡിൽസിനും 1 ഗോബിക്കുമായിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് സാധനം തുറന്നപ്പല്ലേ സസികല്ല ചാർത്തിയ ദീപ വലയമായി പോയി എന്ന് മനസ്സിലായത്. നല്ലൊരു മൂഞ്ചലായിരുന്നു ഗൈസ്. 2 ഫ്രൈഡ് റൈസ് മിസ്സിംഗ് ആയിരുന്നു. 1 ഫ്രൈഡ് റൈസും 2 നൂഡിൽസും 1 ഗോബി മാത്രമായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ നെക്സ്റ്റ് പർച്ചേസിന് നമ്മൾ അഡീഷണൽ എന്തോ ഒരു കൂപ്പൺ തരാം. അപ്പോൾ നമ്മൾ അത് വേണ്ട, കാരണം നമുക്ക് ഇപ്പോൾ വയറ് നിറയണമല്ലോ. നെക്സ്റ്റ് പർച്ചേസ് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ് കേട്ടോ. അത്രയും ലേറ്റ് ആയത് കാരണം തന്നെ നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സ്റ്റാമിന ഒന്നുമില്ല ഗൈസ്. കണ്ണ് പോലും കാണുന്നുണ്ടായില്ല. അല്ലെങ്കിലേ കണ്ണ് കാണില്ല, ലെൻസ് ഇട്ടിരിക്കുകയാണ്. പിന്നെ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടും കാണുന്നുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ 2 ഓപ്ഷൻ ആയിരുന്നു വന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റംസ് ഇപ്പോൾ ഡെലിവറി ചെയ്ത് തരാമെന്ന്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു. കാരണം നമുക്ക് വയറ് നിറയണമല്ലോ. അപ്പോൾ അവരിപ്പോൾ ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വിത്തിൻ ഒരു 15 മിനിറ്റ്സിൽ അവർ എത്തിയിട്ടോ. ആദ്യം വന്ന ഫുഡാണെങ്കിൽ നമ്മൾ ആർത്തിയും ആക്രാന്തവും വിശപ്പെല്ലാം കാരണം നമ്മൾ തുറന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കിട്ടിയ ഫുഡിനെ കുറിച്ച് പറയാതെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്. രാവിലെ കിട്ടിയ മൂഞ്ചലിൻ്റെ ഇരട്ടി മൂഞ്ചലായിരുന്നു ഉച്ചയ്ക്ക്. കാരണം ഞങ്ങൾ നൂഡിൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും പാപ്പും. അതാണെങ്കിൽ നൂഡിൽസ് ആണോ ഉപ്പുമാവാണോ ചോറ് കുഴഞ്ഞതാണോ എന്ന് അറിഞ്ഞില്ല ഗൈസ്. കാരണം എന്തോ ഒരു ഉണ്ട സാധനം നമുക്ക് ഉണ്ടയാക്കിയിട്ട് ഉരുട്ടി വിഴുങ്ങാട്ടോ. അതായിരുന്നു നൂഡിൽസിൻ്റെ അവസ്ഥ. ഫ്രൈഡ് റൈസിൻ്റെ കാര്യം അതിലേറെ വിറ്റ്. അത് ഫ്രൈഡ് റൈസ് ആണോ ഓയിൽ റൈസ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മൊത്തം എണ്ണയിൽ കുളിച്ചൊരു റൈസ് ആയിരുന്നു. പിന്നെ പേരിന് അവിടെയും ഇവിടെയും നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും കാണാം. പിന്നെ ഗോബി പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ 2 ഐറ്റംസ് അങ്ങനെ ആയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വാചാല പുളകിതയാവുന്നില്ല. നമ്മളപ്പോൾ വീണ്ടും ഇഷ്യൂ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ 15 മിനിറ്റ്സിൽ നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാനും പാപ്പവും കഴിച്ച പാതി കഴിക്കാത്ത പാതി 120 വിട്ട് പറപ്പിച്ചു ഗൈസ്. ഞാനാണെങ്കിൽ നട്ടപ്പുറ വെയിലത്ത് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോയത്. കാരണം നമ്മൾ നമ്മുടെ ബോഡിയെ നോക്കണമല്ലോ, ഇല്ലെങ്കിൽ സൂര്യൻ ചേട്ടൻ നമ്മളെ സുട്ട് ചാമ്പലാക്കും. അങ്ങനെ കഠിന പ്രയത്നത്തിനൊടുവിൽ സാധനം കിട്ടി ഗൈസ്. 2 വെജ് ഫ്രൈഡ് റൈസ് കിട്ടി. സമാധാനമായി.